രാജ്യത്തെ കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി നിർമ്മിച്ച പോക്സോ നിയമം പലപ്പോഴും കൗമാരക്കാർക്കിടയിലെ ഉഭയസമ്മതപ്രകാരമുള്ള പ്രണയബന്ധങ്ങളെ തകർക്കാൻ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന കണ്ടെത്തലുമായി സുപ്രീം കോടതി രംഗത്തെത്തിയിരിക്കുകയാണ്. 18 വയസ്സിന് താഴെയുള്ള നിശ്ചിത പ്രായപരിധിയിൽ ഉള്ളവരുടെ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധങ്ങളെ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ റോമിയോ ജൂലിയറ്റ് വ്യവസ്ഥ നിയമത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ് സുപ്രീം കോടതി. പരസ്പര സമ്മതത്തോടെയുള്ള കൗമാര ബന്ധങ്ങളെ വളച്ചൊടിച്ച് പോക്സോ കേസ് ചുമത്തുന്ന പതിവ് രീതി ചർച്ചയായതോടെയാണ് റോമിയോ ജൂലിയറ്റ് ചട്ടം കോടതി പരിഗണനയിൽ എടുത്തത്. റോമിയോ ജൂലിയറ്റ് ക്ലോസ് എന്നാൽ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും നിലവിലുള്ള ഒരു നിയമപരമായ ഇളവാണിത്. ഇന്ത്യയിലെ നിയമപ്രകാരം 18 വയസ്സിൽ താഴെയുള്ളവരുമായുള്ള ലൈംഗിക ബന്ധം അത് സമ്മതത്തോടെ ആണെങ്കിൽ പോലും ബലാത്സംഗമായും പോക്സോ കുറ്റകൃത്യമായും ആണ് കണക്കാക്കുന്നത്. എന്നാൽ റോമിയോ ജൂലിയറ്റ് നിയമം വരുന്നതോടെ പ്രായത്തിൽ വലിയ വ്യത്യാസമില്ലാത്ത കൗമാരക്കാർ തമ്മിലുള്ള ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധങ്ങളെ പ്രത്യേക വിഭാഗമായി പരിഗണിക്കും. ഉദാഹരണത്തിന് 17 വയസ്സുള്ള പെൺകുട്ടിയും 19 വയസ്സുള്ള ആൺകുട്ടിയും തമ്മിലുള്ള പ്രണയബന്ധത്തെ ക്രൂരമായ ലൈംഗിക അതിക്രമമായി കാണാതെ കൗമാര സഹജമായ വൈകാരിക ബന്ധമായി കണ്ട് ശിക്ഷാ നടപടികളിൽ ഇളവ് നൽകാൻ ഇത് കോടതികളെ അനുവദിക്കും. യഥാർത്ഥ ലൈംഗിക ചൂഷണവും കൗമാര പ്രണയവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എന്നതാണ് ഇതിൻ്റെ അന്തസത്ത. പോക്സോ നിയമം ഇന്ന് പലപ്പോഴും കുടുംബങ്ങൾ തമ്മിലുള്ള പകപോക്കലിനും പ്രതികാര നടപടികൾക്കുമായി ഉപയോഗിക്കപ്പെടുന്നുവെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. പ്രണയിച്ച് വീട് വിട്ടിറങ്ങുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ആൺകുട്ടികൾക്കെതിരെ പോക്സോ ചുമത്തുന്ന രീതി വ്യാപകമാണ്. ഇത് ആ യുവാക്കളുടെ ഭാവി തകർക്കുന്നതിനും ജയിലിൽ അടയ്ക്കുന്നതിനും കാരണമാകുന്നു. രാജ്യത്തുടനീളമുള്ള കോടതികളിൽ പെൺകുട്ടിയുടെ പ്രായം 18 വയസ്സിന് താഴെയാണെന്ന് തെറ്റായി കാണിച്ച് ആൺകുട്ടിയെ പോക്സോയുടെ കർശനമായ വ്യവസ്ഥകൾക്ക് കീഴിൽ കൊണ്ടുവരുന്ന കേസുകൾ ആവർത്തിച്ച് കണ്ടിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ പോക്സോ കേസുകളിൽ ജാമ്യം പരിഗണിക്കുമ്പോൾ ഇരയുടെ പ്രായം നിർണ്ണയിക്കാൻ വൈദ്യപരിശോധന നടത്തണമെന്ന അലഹാബാദ് ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. നിയമത്തെ ആയുധമാക്കി വ്യക്തിപരമായ കണക്കുതീർക്കലുകൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ പ്രത്യേക സംവിധാനം വേണമെന്നും കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ നായകന്മാരെന്നും അവരെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും പറഞ്ഞ കോടതി എന്നാൽ പ്രണയത്തിന്റെ പേരിൽ നിയമത്തിന്റെ ഇരകളാക്കപ്പെടുന്ന യുവതലമുറയെ രക്ഷിക്കേണ്ടതും നീതിയുടെ ഭാഗമാണെന്ന് വ്യക്തമാക്കി. പ്രായം നിശ്ചയിക്കുന്നത് വിചാരണ വേളയിൽ നടക്കേണ്ട കാര്യമാണെന്നും ജാമ്യം അനുവദിക്കുന്ന ഘട്ടത്തിൽ ഇത് നിർബന്ധമാക്കുന്നത് നിയമപരമായ ചട്ടക്കൂടുകൾക്ക് വിരുദ്ധമാണെന്നും കോടതി വിലയിരുത്തി. ഹൈക്കോടതികൾ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ മിനി വിചാരണകൾ നടത്തരുതെന്നും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. സമൂഹത്തിലെ സാമ്പത്തികവും സാമൂഹികവുമായ വിടവുകൾ നിയമത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഒരു വശത്ത് ദാരിദ്ര്യവും ഭയവും കാരണം നീതി ലഭിക്കാത്ത ഇരകൾ നിൽക്കുമ്പോൾ മറുഭാഗത്ത് പണവും സ്വാധീനമുള്ളവർ നിയമത്തെ തങ്ങൾക്ക് അനുകൂലമായി വളച്ചൊടിക്കുന്നു. കൗമാരപ്രായത്തിലെ ബന്ധങ്ങളെ ക്രിമിനൽ കുറ്റമായി കാണുന്നത് പലപ്പോഴും പെൺകുട്ടികളുടെ സ്വകാര്യതയെയും ഭാവിയെയും ദോഷകരമായി ബാധിക്കാറുണ്ട്. ഈ സാഹചര്യം ഒഴിവാക്കാൻ നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് സുപ്രീം കോടതി കേന്ദ്ര നിയമ മന്ത്രാലയത്തോട് വ്യക്തമാക്കി. പ്രായപൂർത്തിയാകാത്ത 2 കൗമാരക്കാർ തമ്മിലുള്ള പ്രണയബന്ധങ്ങളെ ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് വേർതിരിച്ച് കാണണമെന്നും ഇത്തരം കേസുകളിൽ നിയമം ദുരുപയോഗം ചെയ്യുന്നത് തടയണമെന്നും കോടതി ആവശ്യപ്പെട്ടു.